ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. അച്ചാറുകൾ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു അച്ചാർ എപ്പോഴും ഊണിന് ഉണ്ടാവണത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോണത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു മാങ്ങ അച്ചാറാണ്, അല്ലെങ്കിൽ മാങ്ങ കറി എന്നൊക്കെ പറയും. ഇത് സദ്യയിൽ നമ്മൾ കഴിക്കണ മാങ്ങ അച്ചാറിൻ്റെ അതേ സ്വാദാട്ടോ ഇതിന്. ഞാൻ കുറേ വർഷങ്ങളായി ഈ ഒരു രീതിയിൽ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഉണ്ടാക്കിയ വഴിയേ ഇത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറാണിത്. അപ്പോൾ അതിനായിട്ട് മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അളന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് ഉണ്ട്. 2 മാങ്ങയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് കളറ് കൂടെ കിട്ടാനായിട്ട് കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മുളക് പൊടിക്ക് പകരമായിട്ട് ഞാൻ സാധാരണ ചേർക്കാറുള്ളത് നമ്മുടെ മുളകുണ്ടല്ലോ, വറ്റൽ മുളക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് പേസ്റ്റാക്കി എടുത്ത ശേഷം അതാണ് ഞാൻ എല്ലാ അച്ചാറിനും ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാനായിട്ട്, എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ മുളക് പൊടി എടുത്തത്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് തുറന്നു നോക്കാം. എന്തിനാണ് നമ്മൾ 1 മണിക്കൂർ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉപ്പും മുളകും നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനും പിന്നെ മാങ്ങാ കഷ്ണങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. അതിനാണ്. അപ്പോൾ ഞാനൊരു ചീഞ്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കണേ. എപ്പോഴും നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിയല്ല, ഉലുവ തന്നെയാണ് നമ്മൾ ഡയറക്റ്റായി ഇടുന്നത്. ഒരു 5 നീളത്തിലുള്ള ഒരു പച്ചമുളകാണ്. 5 അധികം എരിവൊന്നുമില്ല. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് മുറിച്ചാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. മാങ്ങ ഒന്ന് ഉപ്പും മുളകും ഇട്ടിട്ട് 1 മണിക്കൂർ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം പെട്ടെന്നാവും. കണ്ടില്ലേ, ഇതൊക്കെ ഒരു 5 മിനിറ്റ് പോലും ഇല്ല ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. എണ്ണ പോരാ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടാക്കി ഒഴിക്കുകയേ വേണ്ടൂ. ഇപ്പോൾ ഒരു ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ആ എണ്ണയൊക്കെ പുറത്ത് വരും. പിന്നെ ഞാൻ അധികം എണ്ണ ഒഴിക്കണില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തല്ലേ. അപ്പോൾ അധികം കാര്യങ്ങളും ഇല്ല, എന്നാൽ ടേസ്റ്റാണെന്ന് വെച്ചാൽ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു 2 ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് വഴണ്ട് വന്ന ശേഷം വേണം വിനീഗർ ഒഴിക്കാനായിട്ട്. അതിന് ശേഷം നന്നായിട്ട് അതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് വേണം മാങ്ങ ഇട്ട് കൊടുക്കാൻ. ഇൻ കേസ് നിങ്ങൾ വിനീഗർ ചേർക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഞാൻ ഇന്ന് വിനീഗറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാങ്ങാച്ചാർ റെഡിയായി. എത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തല്ലേ. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിക്കാൻ പോണതിൻ്റെ മുമ്പായിട്ട് കൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്ര ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.